ഇന്ന് സെപ്റ്റംബർ 12 ഇന്ത്യയുടെ ഒരു സുവർണ ഭാവിയെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധികാരമേറ്റയുടനെ തന്നെ ഒരു അഭ്യർത്ഥന നടത്തി. സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന നല്ല കാര്യങ്ങളുമായി മാധ്യമങ്ങൾ സഹകരിക്കണമെന്ന്. ഗവൺമെന്റിന്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ മാധ്യമങ്ങളുടെ പൂർണ്ണമായ പിന്തുണയുണ്ടാകണം. അഴിമതിയുണ്ട്, നിങ്ങൾ ശക്തമായിട്ട് എതിർക്കുക. തെറ്റാണെങ്കിൽ നിങ്ങൾ എതിർക്കുക. പക്ഷേ ഓരോ പ്രശ്നങ്ങളും മെരിറ്റിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് ചെയ്യണം. ഈ സഹകരണം ആവശ്യപ്പെട്ടതോടൊപ്പം തന്നെ 100 ദിവസത്തിനുള്ളിൽ നടപ്പാക്കുവാൻ ഉദ്ദേശിക്കുന്ന പല പദ്ധതികളും അദ്ദേഹം വിശദീകരിച്ചു. വാഗ്ദാനങ്ങളുടെ മേനിക്കടലാസ് ഓരോന്നായി മറിച്ചു നോക്കുമ്പോൾ നമ്മൾ മറ്റൊരു 12 വീണ്ടും എത്തുന്നു. പേജ് നമ്പർ 12, 15ാമത്തെ വരി. കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഭാവി സുവർണ ലിപികളിൽ എഴുതി ചേർക്കാൻ കഴിയുന്ന ഒറ്റ വാചകം. വിഴിഞ്ഞം തുറമുഖം സ്ഥാപിക്കുന്നതിന് സർക്കാർ ഉടമസ്ഥതയിൽ ഒരു കമ്പനി രൂപീകരിക്കുന്നതാണ്. ഈ വാഗ്ദാനം പാലിച്ച് കൃത്യസമയത്ത് നടപ്പാക്കിയാൽ പുതുപ്പള്ളി കരോട്ട് വള്ളക്കാലിൽ തറവാട്ടിലെ കുഞ്ഞൂഞ്ഞിന്റെ ചരിത്രത്തിലെ സ്ഥാനം കേവലം 1.5 വർഷത്തെ കേരള മുഖ്യമന്ത്രി എന്നതു മാത്രമായിരിക്കില്ല. കാശ്മീർ താഴ്വരയിൽ നിന്നും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കുടിയേറിയെത്തിയ കൌൾ കുടുംബത്തിലെ ആഠ്യനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടൊപ്പമായിരിക്കും അദ്ദേഹത്തിന്റെ ചരിത്രത്തിലെ സ്ഥാനം. ഒരുപക്ഷെ നെഹ്റുവിനെ പിന്തള്ളി ചരിത്രത്തിലേക്ക് കടന്നുകയറാനും ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞേക്കും. ആധുനിക ഇന്ത്യയുടെ കവാടം തുറന്നിട്ട രാജശില്പി എന്ന പദവി വേണമെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് സ്വീകരിക്കാം. ഇനി ക്യാമറ കടന്നു പോകുന്നത് ഒരു സ്വപ്ന തീരത്തുകൂടെയാണ്. നിശ്ചയദാർഢ്യമുള്ള ഒരു ഭരണാധികാരിയെ വെല്ലുവിളിയോടെ കാത്തിരിക്കുന്നു കേരളത്തിലെ ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമം. വിഴിഞ്ഞം കേരളീയർക്ക് എന്താണ്? ഒരു ശരാശരി മത്സ്യത്തൊഴിലാളി ഗ്രാമം. അപൂർവമായിട്ടെങ്കിലും വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുന്ന ഒരു പ്രദേശം. കഴിഞ്ഞ ദിവസവും ഒരേ വിഭാഗത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റുമുട്ടിയതിലൂടെ വിഴിഞ്ഞം വീണ്ടും വാർത്തയിലെത്തി. ഇതേ വിഴിഞ്ഞത്തെക്കുറിച്ച് ജർമ്മനിയിലെ ഒരു മുൻ കപ്പിത്താൻ എന്തു പറയുന്നു എന്നുകൂടി നോക്കാം. You have here a strategic, advantageous, gifted location, so to speak. മാൻഫ്രഡ് മെൻസൽ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായോ? വിഴിഞ്ഞം ദൈവത്തിന്റെ ദാനമാണെന്ന്. സായിപ്പ് പറഞ്ഞിട്ടും ബോധ്യമായില്ലെങ്കിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് തന്റെ സഹപ്രവർത്തകൻ പറയുന്നതും വേണമെങ്കിൽ കേട്ടുനോക്കാം. ഇതൊരു ഇന്റർനാഷണൽ കപ്പൽ റൂട്ടാണ്. അതിലുമുപരി ഈ കേരളത്തിന്റെ തലസ്ഥാന നഗരിയും കേരളം തന്നെ വികസിക്കേണ്ട ഒരു കാര്യമാണ് വിഴിഞ്ഞം പോർട്ട്. ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് ചുമതല ഏറ്റെടുത്ത് മുംബൈയിലേക്ക് പോയ മുൻ മുഖ്യമന്ത്രി AK ആന്റണിയെ ഒന്ന് ഫോൺ ചെയ്ത് ഒരു വിവരം അന്വേഷിച്ചു നോക്കണം. 2 ദിവസം കഴിഞ്ഞാൽ സെപ്റ്റംബർ 15 ബുധനാഴ്ച മുതൽ മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്ടും നവസേവ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനലും ഭാഗികമായി കണ്ടെയ്നറുകളുടെ ഇറക്കുമതി നിരോധിക്കുന്നു. കാരണം പോർട്ടിനകത്ത് 9,000-ഓളം കണ്ടെയ്നറുകൾ പുറത്തിറക്കാൻ കഴിയാത്ത വിധം കെട്ടിക്കിടക്കുന്നു. പഞ്ചാബിലെ ലുധിയാനയ്ക്കടുത്തുള്ള മണ്ഡി ഗോവിന്ദറിലുള്ള 100 കണക്കിന് ഫർണസുകൾ അയൺ സ്ക്രാപ്പ് ലഭിക്കാതെ പ്രവർത്തനം നിർത്തിവെക്കാൻ പോകുന്നു. 2010 60 മില്യൺ ടൺ എന്ന ഇന്ത്യയുടെ സ്റ്റീൽ ഉൽപാദന ലക്ഷ്യം തന്നെ ചിലപ്പോൾ കേരള മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും മുന്നോട്ടു പോവുക. ഇവിടെയാണ് ഉമ്മൻചാണ്ടിക്ക് പണ്ഡിറ്റ് നെഹ്റുവിന്റെ തോളോടൊപ്പം വളരാൻ അവസരം കൈവരുന്നത്. കേരളത്തെ പാലും തേനും ഒഴുക്കാൻ കഴിയുന്ന ഒരു മാവേലി നാടാക്കി മാറ്റാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യ മറിയാമ്മ അത്തരത്തിലൊരു സ്വപ്നം മനസ്സിൽ സൂക്ഷിക്കുന്നു. എനിക്ക് എന്റെ കേരളത്തെക്കുറിച്ചൊരു വലിയ സ്വപ്നമുണ്ട്. മാവേലി നാടുവാണെന്ന് ആ കാലത്തെ മനുഷ്യരെല്ലാവരും ആമോദത്തോടെ വസിച്ചിരുന്ന കള്ളവും ചതിവും ഇല്ലാത്തൊരു വലിയ കേരളത്തെക്കുറിച്ച് വലിയൊരു സ്വപ്നം എനിക്കുണ്ട്, എന്റെ കുഞ്ഞുങ്ങൾക്കുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻചാണ്ടിയുടെ സ്വകാര്യ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ഒരു മാർഗമുണ്ട്. അതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ്. വളരെ ലളിതമായ ഒരു കണക്ക് അവതരിപ്പിക്കാം. 2002-2003 ഇന്ത്യ മഹാരാജ്യം 33 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു. ഒരു കണ്ടെയ്നർ എന്നാൽ യൂറോപ്യൻ നിലവാരമനുസരിച്ച് തന്നെ പോർട്ടിനകത്തും പുറത്തുമായി 3 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മാൻഫ്രഡ് മെൻസൽ നമ്മോട് പറയുന്നു. It will create a nucleus for employment opportunities. It will create a nucleus and a reason for being there
of additional industries, port supporting industries, one job in a container terminal is prompting 3 jobs ashore, outside the port, and in a secondary employment rate is another 3. In other words, whatever employment we create here in VIZHINJAM port will be multiplied by 7 so that you can see the scope of the economic advantage of having it here. യൂറോപ്യൻ നിലവാരം 3 തൊഴിലവസരമാണെങ്കിൽ ഇന്ത്യൻ നിലവാരമനുസരിച്ചത് ഇരട്ടിയെങ്കിലുമാകും. കേവലം 8 വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയുടെ കണ്ടെയ്നർ വ്യാപാരം 1 കോടിയായി വർദ്ധിക്കും. കേരളത്തിന്റെ തൊഴിലില്ലായ്മ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുന്ന ഒരു ജാലവിദ്യ വിഴിഞ്ഞത്തിനുണ്ട്. അത് മണത്തറിഞ്ഞ ഒരാൾ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തെത്തി. ജമാൽ മജീദ് ബിൻ താനിയ എന്ന ദുബായ് ജബലലി പോർട്ടിന്റെ MD വിഴിഞ്ഞത്തെത്തിയത് എന്തിനെന്ന് കുറച്ചുനാൾ മുമ്പ് ചിലരെങ്കിലും ചോദിച്ചു. ദുബായിൽ ഉഷ്ണമാപിനി 48 ഡിഗ്രി കടക്കുമ്പോൾ അറബി തമ്പുരാക്കന്മാർ യൂറോപ്പിലേക്കാണ് പറക്കുക. പക്ഷേ ജമാൽ മജീദ് വിഴിഞ്ഞത്ത് വരാനാണ് ആഗ്രഹിച്ചത്. കാരണം എന്തായിരിക്കും? ഇന്ത്യയുടെ സ്വന്തം കാർഗോയുടെ ഈ സമ്പന്നത തന്നെയാണ് ജമാൽ മജീദിനെ വിഴിഞ്ഞത്തേക്ക് ആകർഷിച്ചത്. ഈ കാർഗോയുടെ ഒരു ഏകദേശ ചിത്രം പുതിയ കൊമേഴ്സ് മന്ത്രി കമൽനാഥ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചു. 94-95 $26 ബില്യൺ കയറ്റുമതി വ്യാപാരം നടപ്പ് സാമ്പത്തിക വർഷം $73.5 ബില്യൺ വർദ്ധിക്കുമെന്ന് കണക്കാക്കുന്നു. 5 വർഷത്തിനകം ഇത് ഇരട്ടിയേക്കാൾ വളർന്ന് $150 ബില്യൺ ആകും. ലോകം മൊത്തമായി നടക്കുന്ന വ്യാപാരത്തിന്റെ വെറും 1.5% മാത്രമാണിതെങ്കിലും ഇതുപോലും കൈകാര്യം ചെയ്യുവാനുള്ള ശേഷി ഇന്ത്യയിലെ ഇന്നത്തെ പോർട്ടുകൾക്കില്ല. ഇന്ത്യൻ കാർഗോന്റെ 75% ഇപ്പം തന്നെ സിംഗപ്പൂരും കൊളംബോ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യൻ കാർഗോ ഉണ്ടല്ലോ, ഇന്ത്യയിൽ ഇല്ലല്ലോ ഇപ്പോൾ ഇത്രയും വലിയൊരു കണ്ടെയ്നർ. If nothing is done immediately, then you will be transshipping 60-70% of your containers abroad in the future. ഇന്ത്യയുടെ കൊളംബോ, ദുബായ് എന്നീ പോർട്ടുകളിൽ ട്രാൻസ്ഷിപ്മെന്റ് അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇന്നുള്ള പോർട്ടുകളിലൊന്നും കടക്കാൻ കഴിയാത്ത അടിത്തട്ടിന്റെ ആഴം കൂടിയ പാനാമാക്സ്, മലാക്കമാക്സ് കപ്പലുകൾ സിംഗപ്പൂർ, കൊളംബോ, ദുബായ് പോർട്ടുകളിൽ ഇന്ത്യയ്ക്ക് ആവശ്യമുള്ള ചരക്കുകൾ ഇറക്കിവയ്ക്കും. ഇന്ത്യയിൽ നിന്നും പോകുന്ന കൊച്ചു കപ്പലുകൾ അവിടെ ഇറക്കിവച്ച ചരക്കുകൾ വീണ്ടും കയറ്റി ഇന്ത്യയിലെ വിവിധ പോർട്ടുകളിൽ എത്തിക്കും. അപ്പോൾ സിംഗപ്പൂർ, കൊളംബോ, ദുബായ് പോർട്ടുകൾക്ക് ഇന്ത്യൻ പോർട്ടുകളെ അപേക്ഷിച്ച് ചില്ലറ മെച്ചങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യൻ പോർട്ടുകൾക്ക് ചില ന്യൂനതകളുണ്ട്. എന്താണ് ഇന്ത്യൻ പോർട്ടുകളുടെ ന്യൂനതകൾ? അന്താരാഷ്ട്ര കപ്പൽ റൂട്ടിലോടുന്ന ഒരു മദർഷിപ്പിനെയും സ്വീകരിക്കാൻ കഴിയുന്ന ആഴം ഇന്ത്യയിലെ ഒരു പോർട്ടുകൾക്കും ഇന്നില്ല. ഭീമമായ ചെലവ് നൽകി ഡ്രഡ്ജിങ്ങിലൂടെ ആഴം കൂട്ടാമെന്ന് വെച്ചാൽ തന്നെ അതിനും പരിമിതികളേറെയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 10 തുറമുഖങ്ങളിലും മലാക്കമാക്സ് മോഡൽ കപ്പലുകൾക്ക് പോലും പ്രവേശിക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൊച്ചി തുറമുഖം ഇപ്പോഴുള്ള 14 മീറ്റർ ആഴം നിലനിർത്താൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെലവഴിച്ചത് 27.34 കോടി രൂപയാണ്. ഇങ്ങനെ കോടികൾ മുടക്കിയാണ് മുംബൈയിലെ പോർട്ട് 14 മീറ്റർ ആഴം നിലനിർത്തുന്നത്. മംഗലാപുരം പോർട്ട് 14 മീറ്ററും, തൂത്തുക്കുടി 10 മീറ്ററും, ചെന്നൈ 14 മീറ്ററും, വിശാഖപട്ടണം 14 മീറ്ററും നിലനിർത്തുന്നത്. അപ്പോഴും വിഴിഞ്ഞം 5 പൈസ ചെലവില്ലാതെ 24 മീറ്റർ ആഴം 365 ദിവസവും വാഗ്ദാനം ചെയ്യുന്നു. വിഴിഞ്ഞം പോർട്ടിന് ഇപ്പോൾ ഇന്ത്യൻ പോർട്ടുകൾക്കില്ലാത്തൊരു സാധ്യത പ്രകൃതിദത്തമായിട്ട് അതിനുള്ള 20-24 മീറ്റർ ആഴമുണ്ട്. അത് ഇന്ത്യയിലെ ഒരു പോർട്ടിനുമില്ല. പ്രധാനമായിട്ട് നാച്ചുറലായിട്ടുള്ളൊരു സംഗതിയാണ്. Potential of having no dredging cost, no deviation cost and achieving the same purpose. ഡ്രഡ്ജിങ്ങിന് 1 പൈസ പോലും ചെലവാക്കണ്ട എന്നതു മാത്രമല്ല വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത. വിഴിഞ്ഞത്തിന് പ്രത്യേകതകൾ മാത്രമേയുള്ളൂ. വിഴിഞ്ഞത്തിലൂടെ ഒരു മാവേലി നാട്ടിലേക്ക് എത്തുന്ന കഥ അല്പനിമിഷങ്ങൾക്കകം തുടരും. മഹാരാജ വൈറ്റ് ലൈൻ വെറ്റ് ഗ്രൈൻഡർ. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഇന്ത്യയിലെ മറ്റൊരു പോർട്ടുകൾക്കുമില്ലാത്ത കടലിന്റെ ആഴം വിഴിഞ്ഞത്ത് ഒളിഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചാണ്. ഇനിയാണ് വിഴിഞ്ഞത്തിന്റെ മറ്റൊരു തുറുപ്പുചീട്ട്. അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ നിന്നും ഇന്ത്യയിലെ വിവിധ പോർട്ടുകളിലേക്കുള്ള അകലം. ശരാശരി വേഗതയിൽ കപ്പലോടിച്ചാലും മെയിൻ ചാനലിൽ നിന്നും മുംബൈ തുറമുഖത്തെത്താൻ 2 ദിവസം യാത്ര ചെയ്യണം. 480 നോട്ടിക്കൽ മൈലാണ് ദൂരം. മംഗലാപുരത്തെത്താൻ 240 നോട്ടിക്കൽ മൈൽ സഞ്ചരിക്കണം. ചെന്നൈയിലെത്താൻ 480 നോട്ടിക്കൽ മൈലും വിശാഖപട്ടണത്തെത്താൻ
600 നോട്ടിക്കൽ മൈലും അധികം സഞ്ചരിക്കേണ്ടി വരുമ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര കപ്പൽ റൂട്ടിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പരമാവധി 2-3 നോട്ടിക്കൽ മൈൽ അകലം മാത്രമേ അന്താരാഷ്ട്ര ചാനലിൽ നിന്നും വിഴിഞ്ഞത്തിനുള്ളൂ. The location is very important, of which this location I see it falling on the main trade lane. This place here is the closest to the international shipping route. So therefore the deviation here to this place is negligible. So no time loss. പഴയ കപ്പിത്താൻ കൂടിയായ മെൻസൽ മറ്റൊരു കാര്യം കൂടി നമ്മോട് പറഞ്ഞു. അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ നിന്നും ഉള്ളിലോട്ട് അധികം സഞ്ചരിക്കുന്ന ഓരോ ദിവസത്തിനും കപ്പലൊന്നിന് വാടകയായി നൽകേണ്ടി വരുന്നത് $60,000. ഈ തുക നമ്മൾ വാങ്ങുന്ന ഓരോ സാധനത്തിന്റെ പുറത്തും വന്നുചേരും. അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്ന ഓരോ സാധനത്തിന്റെയും വിലയിൽ കൂടി വരും. രണ്ടായാലും ദോഷം നമുക്ക് തന്നെയാണ്. ഇത്തരത്തിലുള്ള പല പോരായ്മകളും ഒഴിവാക്കാൻ കഴിയുന്ന വിഴിഞ്ഞത്തെ തഴയുന്നതിൽ വിദേശികൾ പോലും അത്ഭുതപ്പെടുന്നു. Everybody from the shipping community was there, everybody. And everybody was saying the same thing. Please, India, build ports. Please build ports, get us moving. We want to come into India and take our cargo in and out. അന്താരാഷ്ട്ര കപ്പലുകൾക്കും ചരക്കു ഗതാഗതത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വിഴിഞ്ഞം ഒരാശ്വാസമാണ്. കാരണം 42 ദിവസം കൊണ്ട് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ചരക്കിറക്കി പോകുന്നതിനെക്കുറിച്ചാണ് കപ്പൽ വിദഗ്ധന്മാർ ആലോചിക്കുന്നത്. ഈ കപ്പൽ യാത്രയിൽ ലോകത്തിലെ എണ്ണപ്പെട്ട 8 പോർട്ടുകളിലെ ഈ വമ്പൻ കപ്പലുകൾ പ്രവേശിക്കുകയുള്ളൂ. ഇന്ത്യയിലെ മറ്റൊരു പോർട്ടിനും സ്വപ്നം കാണാൻ കഴിയാത്ത ഈ പദവിയിലൂടെ ഇപ്പോൾ ഡ്രോയിംഗ് ബോർഡിലിരിക്കുന്ന 21 മീറ്റർ ഡ്രാഫ്റ്റുള്ള മലാക്ക മാക്സ് കപ്പലിനെ പോലും വിഴിഞ്ഞത്തിന് സ്വീകരിക്കാൻ കഴിയും. പാനമാക്സ് എന്ന് പറഞ്ഞാൽ പനാമ കനാലിൽ കൂടെ വരാൻ തക്ക സൈസിനാണ് പാനമാക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെ ഇത് മലാക്ക മാക്സ് എന്ന് പറയുന്നു. അതായത് മലാക്ക സ്ട്രെയിറ്റ്സ് കൂടെ പോകുന്ന കപ്പലുകളുടെ സൈസ്. അപ്പോൾ അത് മലാക്ക സ്ട്രെയിറ്റ് കൂടെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഏകദേശം 15.5 മീറ്റേഴ്സ് ആണ് ഇപ്പം നമ്മൾ മലാക്ക മാക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. പാനമാക്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 75,000 ടൺസ്. അന്താരാഷ്ട്ര കപ്പിത്താൻമാർ പരിഗണിക്കുന്ന മറ്റൊരു ഘടകമുണ്ട്. കപ്പൽ പോർട്ടിൽ അടുപ്പിക്കുന്നതിനുള്ള കാലതാമസം. ഓരോ പോർട്ടും അവകാശപ്പെടുന്ന ആഴം ദിവസത്തിലെ എല്ലാ സമയത്തും ഹാർബറിനുള്ളിൽ ലഭിക്കണമെന്നില്ല. വേലിയേറ്റ വേലിയിറക്ക വ്യത്യാസമനുസരിച്ച് ഹാർബറിനുള്ളിലുണ്ടാകുന്ന ആഴക്കുറവ് പല യൂറോപ്യൻ തുറമുഖങ്ങളിലും 6 മുതൽ 8 മീറ്റർ വരെ വരും. മംഗലാപുരം തുറമുഖത്ത് ഇത് 2 മുതൽ 4 മീറ്ററുകൾ വരെ വരും. കൊച്ചിയിൽ ഈ ടൈഡൽ വേരിയേഷൻ 1 മീറ്റർ ഉണ്ടാകുമ്പോൾ വിഴിഞ്ഞത്തേത് കേവലം 30 സെന്റിമീറ്റർ മാത്രമാണ്. അതായത് വിഴിഞ്ഞം 365 ദിവസവും 24 മണിക്കൂറും 24 മീറ്റർ ആഴം ഉറപ്പുവരുത്തുന്നു. നിശ്ചിത ആഴം വരുന്നതുവരെ പുറംകടലുകളിൽ കാത്തുകിടക്കുന്ന കപ്പിത്താൻമാർ വിഴിഞ്ഞത്ത് കപ്പൽ ഹാർബറിനുള്ളിലേക്ക് നേരെ ഓടിച്ചു കയറ്റും. I think that VIZHINJAM is extremely well situated in the world shipping lines. I think that the necessity of expanding hub ports in India is paramount. ഈ അനുകൂല ഘടകങ്ങൾ വിഴിഞ്ഞത്തെ ഇന്ത്യയിലെ മറ്റു പോർട്ടുകളുടെ കൂട്ടത്തിൽ 78 മാർക്കോടെ ഒന്നാമതെത്തിച്ചു. LNT റാംബോൾ എന്ന സ്ഥാപനം നടത്തിയ ശാസ്ത്രീയ വിശകലന പ്രകാരം തൊട്ടടുത്തു വന്ന കൊച്ചിക്ക് 59 മാർക്കേ ലഭിച്ചുള്ളൂ. ഈ പഠനപ്രകാരം മുംബ്ര പോർട്ട് 3-ാം സ്ഥാനത്തും മുംബൈ പോർട്ട് 4-ാം സ്ഥാനത്തും തൂത്തുക്കുടി പോർട്ട് 5-ാം സ്ഥാനത്തും ചെന്നൈയും വിശാഖപട്ടണവും 6-ഉം 7-ഉം സ്ഥാനത്തുമെത്തി. വിഴിഞ്ഞത്തിന് ലഭിച്ച ഈ 1-ാം സ്ഥാനമാണ് മജീദ് ബിൻ താനിയയെ വിഴിഞ്ഞത്തെത്തിച്ചത്. ദുബായ് പോർട്ടിന്റെ അധിപൻ ഇന്റർനാഷണൽ ഓപ്ഷൻസിനെ കുറിച്ച് പറയുന്നിടത്ത് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി കൂടുതൽ ശ്രദ്ധാലുവാകണം. ഇന്ത്യയുടെ ഇന്നത്തെ ചരക്കിന്റെ 70% കയറ്റിയിറക്കപ്പെടുന്നത് സിംഗപ്പൂർ, കൊളംബോ, ദുബായ് പോർട്ടുകളിലൂടെയാണ്. 2002-2003 ഇന്ത്യ കയറ്റിയിറക്കിയ ചരക്കിന്റെ മൂല്യം 4 ലക്ഷം കോടി രൂപയാണ്. 2010 കേന്ദ്ര കൊമേഴ്സ് മന്ത്രി സ്വപ്നം കാണുന്നത് 7 ലക്ഷം കോടി രൂപയാണ്. വിഴിഞ്ഞത്തൊരു പോർട്ട് വന്നാൽ ഈ ലക്ഷം കോടികൾ ദുബായിയെ ഒഴിവാക്കും. പൂർണ്ണമായും കേരളം ഒരു അന്താരാഷ്ട്ര വ്യാപാര മേഖലയായി പരിണമിക്കും. ഈ വൻ അപകടം ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിൽ ആരുമല്ല, 3 വിദേശ രാജ്യങ്ങളാണ്: സിംഗപ്പൂർ, കൊളംബോ, ദുബായ്. അതുകൊണ്ട് ദുബായ്ക്ക് അപകടം വരാത്തൊരു പോർട്ട് നെറ്റ്വർക്കിംഗ് ഫോർമുല മുന്നോട്ട് വെച്ചതും മജീദ് ബിൻ താനിയ തന്നെയാണ്. Dubai ports in general, they are one of their strategy is to create a network of ports. And we believe also if you look at our business, it's 50%
serving the local market and 50% a hub. That's the concept where we come from. We are expert in managing a local based cargo in addition to catering for the transshipment business. 2003 ജൂലൈയിൽ പോർട്ട് നെറ്റ്വർക്കിംഗ് എന്ന നിർദ്ദേശം വെച്ച മജീദിനെ പിന്നെ കാണുന്നത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ നടത്തിപ്പുകാരനായിട്ടാണ്. അതായത് ഇന്ത്യയുടെ വളർച്ച 14 മീറ്റർ ആഴമുള്ള വല്ലാർപാടത്തിനപ്പുറം പോകരുത്. ഇന്ത്യ എന്ന ഉറങ്ങിക്കിടക്കുന്ന സിംഹം ദുബായിക്കപ്പുറം വളരരുത്. 7 ലക്ഷം കോടിയുടെ ചരക്ക് ദുബായിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. വല്ലാർപാടത്തെ സ്നേഹിച്ച് രാജ്യത്തെ നക്കിക്കൊല്ലുന്ന അപകടം പുതിയ മുഖ്യമന്ത്രിയെങ്കിലും തിരിച്ചറിയണമെന്ന് ഉപദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രിയ ശിഷ്യൻ കൂടിയായ ചീഫ് സെക്രട്ടറി തന്നെയാണ്. On the whole, what we have found is that it's technically a highly meritorious project. It is very close to the east-west international transshipment travel axis. ദീർഘവീക്ഷണമുള്ളൊരു വർക്കിംഗ് മോഡലാണ് വിഴിഞ്ഞമെന്ന് ശാസ്ത്രീയമായി സർക്കാർ തന്നെ തെളിയിച്ചിട്ടും അതിന് ഗൌരവത്തിൽ കാണാത്തവർക്ക് ഒരു അന്താരാഷ്ട്ര ചിത്രം കൂടി ബോധ്യപ്പെടണം. 1982 ചൈനയുടെ ആളോഹരി ദേശീയോൽപാദനം $275 അന്ന് ഇന്ത്യ ചൈനയ്ക്ക് അല്പം മുകളിലായിരുന്നു, $280. ഈ $5 മേൽക്കോയ്മ തലകുത്തി മറിഞ്ഞ കാഴ്ചയാണ് കഴിഞ്ഞ 20 വർഷത്തെ ചരിത്രം. 2003 ചൈനയുടെ ആളോഹരി ദേശീയോൽപാദനം $1087 കുതിച്ചെത്തിയപ്പോൾ ഇന്ത്യ $545 ഇഴഞ്ഞെത്തി. ചൈനയുടെ ഈ നേട്ടത്തിനു പിന്നിൽ ഒരു ശക്തിയുണ്ടായിരുന്നു. 10 വർഷത്തിനുള്ളിൽ 18 മില്യൺ കണ്ടെയ്നറുകൾ കയറ്റിയിറക്കിയ പോർട്ട്. ചൈനയുടെ പോർട്ട് ലോകത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ചരക്കുകൂടി കൈകാര്യം ചെയ്യുന്ന സിംഗപ്പൂർ 2ാം സ്ഥാനത്തും ദുബായ് 13ാം സ്ഥാനത്തും കൊളംബോ 30ാം സ്ഥാനത്തുമുണ്ട്. ലക്ഷം കോടി ചരക്ക് സ്വന്തമായുള്ളവർ, 24 മീറ്റർ സ്വാഭാവിക ആഴം ആസ്തിയായുള്ളവർ, ഒളിമ്പിക്സ് മെഡൽ പോലെ പോർട്ടിന്റെ കാര്യത്തിൽ 52ാം സ്ഥാനത്താണ്. ഈ കൊലച്ചതിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൂട്ടുനിൽക്കരുതെന്ന് പറയാൻ മറ്റൊരു സ്വപ്ന കണക്കുകൂടി നമ്മുടെ മുമ്പിലുണ്ട്. വേഗത്തിൽ വളരുന്നൊരു സാമ്പത്തിക ശക്തി മാത്രമല്ല ഇന്ത്യ. പരിഷ്കാരങ്ങൾക്ക് വേഗത്തിൽ വിധേയമാകുന്ന 10 ലോകരാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയുമുണ്ട്. 2010 ആഗോള വ്യാപാരം $10,000 ബില്യൺ അടുക്കുമ്പോൾ ഇന്ത്യ ലക്ഷ്യമിടുന്നത് വെറും 1.5% മാത്രമാണ്. നടപ്പു വർഷം തന്നെ ചൈന ഈ വ്യാപാരത്തിന്റെ 10% കൈവരിച്ചു കഴിഞ്ഞു. If you look at China 10 years back, China had no major port. Hong Kong was the main gateway for China, but once they opened up and they started to move containerized cargo, if you look at China today and what Shanghai is handling, normally some ports grow by 8 to 10%, but they're growing by 30 to 50%. This is in addition to the other ports. India is growing rapidly in the world market in every aspect, Hopefully it will grow in shipping. I think it will. It has to. Eventually India always catches up. It does. Technology it's caught up with, and infotech and all this type of thing. So I think shipping and ports has to come. വിഴിഞ്ഞം നിലവിലുള്ള രാജ്യത്തെ മറ്റു പോർട്ടുകൾക്കൊന്നും ഭീഷണിയാകുന്നില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. മാത്രമല്ല അവയെ സഹായിക്കുക കൂടി ചെയ്യും. വിഴിഞ്ഞം വിദേശ രാജ്യങ്ങൾക്കു ബദലായി ഒരു മദർ പോർട്ടിന്റെ കർത്തവ്യം മാത്രമാണ് നിർവഹിക്കുക. ഇത്തരമൊരു പോർട്ട് ഇല്ലാത്തതുകൊണ്ട് പ്രതിവർഷം രാജ്യത്തിന് 1000 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിക്കുന്നതായി കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിനേക്കാളൊക്കെ നേട്ടം പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മറ്റ് തെക്കനേഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ ചരക്കും വിഴിഞ്ഞത്തെത്തുമെന്നതാണ്. 10 വർഷത്തിനകം പദ്ധതി ലാഭത്തിലേക്ക് കുതിക്കുകയും ചെയ്യും. I mentioned the economic advantages, but coming back to industry that I also mentioned, parallel with this thing here, we need to develop, and there will develop, feeder services. The big vessels come here for the deep draft. They offload 2,000 boxes. These are loaded into smaller boxes, creating additional jobs on smaller vessels, creating additional income, creating good additional income, personal income, and feeder it to other destinations in India or beyond India. It is certainly feasible. I think what everybody is trying to see is whether it is viable financially. So all the people present here
are trying to get as much information as possible from the government to make their assessment. ഇന്ത്യക്ക് ലോക മാർക്കറ്റിൽ എത്തിപ്പെടണമെങ്കിൽ ഒരു കവാടം വേണം. അതാണ് വിഴിഞ്ഞം. അതിലൂടെയാണ് ഒരു മാവേലി നാട് സൃഷ്ടിക്കപ്പെടേണ്ടത്. എനിക്ക് എൻ്റെ കവരടത്തെക്കുറിച്ചൊരു വലിയ സ്വപ്നമുണ്ട്. മാവേലി നാടുവാണെന്ന് ആ കാലത്തെ മനുഷ്യരെല്ലാവരും ആമോദത്തോടെ വസിച്ചിരുന്ന കള്ളവും ചതിവും ഇല്ലാത്തൊരു വലിയ കേരളത്തെക്കുറിച്ച് വലിയൊരു സ്വപ്നം എനിക്കുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ട്. ഒത്തിരി രാജ്യത്തെ സ്നേഹിക്കുന്നവർ, എന്നും രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. ഈ പ്രാർത്ഥനയുടെ തുടർച്ച ഇങ്ങനെയാവണം. വിഴിഞ്ഞം പോർട്ടിനകത്തെ ഒരു തൊഴിലവസരം പുറത്ത് 6 തൊഴിലുകൾ കൂടി സൃഷ്ടിക്കും. അനുബന്ധ വ്യവസായങ്ങൾ ഉയരും, വ്യാപാരം വളരും, കൃഷി അഭിവൃദ്ധിപ്പെടും, കയറ്റുമതി വർദ്ധിക്കും. പഴയ മുഖ്യമന്ത്രി AK ആന്റണി അനുവദിച്ച കോളേജുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ലഭിക്കും. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ രജനിമാർക്ക് നേരമുണ്ടാകില്ല. ലക്ഷ്യബോധമുള്ളൊരു പുതിയ തലമുറ രൂപപ്പെടും. പട്ടിണിയുടെ എല്ലാ ദുരിതകാലത്തു നിന്നും ഇന്ത്യക്ക് മോചനം ലഭിക്കും. ഒപ്പം കേരളം ലോകത്തിന്റെ നെറുകയിലെത്തും. കേരളീയനായി പിറന്നതിൽ പാവപ്പെട്ട ഞങ്ങൾക്ക് അവസാനമായി ഒരവസരമെങ്കിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുവദിച്ചു നൽകണം. വിഴിഞ്ഞം വഴി നമുക്ക് മാവേലി നാട്ടിലേക്ക് നടന്നു കയറാം.